സോ ഇന്ന് നമുക്ക് ഒരു ക്വിക്കായിട്ടുള്ളൊരു യെസ് ഓർ നോ കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ആഗ്രഹം അത് നടക്കുമോ ഇല്ലയോ? ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിക്കുക. ഏറ്റവും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് മനസ്സിലേക്ക് വിചാരിക്കുക. എന്നിട്ട് ഇതിലേതെങ്കിലും കാർഡ്സ്, നിങ്ങളെ കോൾ ചെയ്യുന്ന ഒരു കാർഡ് തിരഞ്ഞെടുക്കുക. ഇതിനുള്ള ആൻസർ നിങ്ങൾക്ക് ഡിവൈൻ തരുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഡിവൈൻ മെസ്സേജാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് ഇപ്പോൾ. അപ്പോൾ കണ്ണടച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ റീകോൾ ചെയ്യുന്നത് എന്താണോ ആ കാർഡ്സിനെ സെലക്ട് ആക്കുക. ഓക്കെ, നമ്മൾ സെലക്ട് ആക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കാർഡ് ഇതാണ് ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്, തേർഡ് കാർഡ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാർഡ് സെലക്ട് ആക്കിയിട്ടുള്ളവരുടെ ആൻസർ ഇതാണ് യെസ്. ഓക്കെ, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് ആ ആഗ്രഹം നിങ്ങൾക്ക് നടത്തി തരുന്നതാണ് ഡിവൈൻ. അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് എ ഫ്യൂ മോർ മന്ത്സ് ഗുഡ് തിങ്സ് കം ടു യു ദോസ് ഹൂ വെയിറ്റ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലറായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം നടക്കാനായിട്ട് പോവുകയാണ്. കുറച്ചും കൂടി എന്താ പറയുക, ചിലപ്പോൾ കുറച്ച് മന്ത്സ്, ഒരു 3 months, വിത്തിൻ 3 months അതെന്തായാലും നടന്നിരിക്കും. ഓക്കെ, കുറച്ചും കൂടി മന്ത്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്താണോ അതിനൊരു യെസ് കാർഡാണ് ഇവിടെ ആക്ച്വലി കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊന്നും കൂടി വെയിറ്റ് ചെയ്യണം. സെക്കൻഡ് കാർഡ് സെലക്ട് ആക്കിയിട്ടുള്ളവരുടെ ആൻസർ ദാറ്റ് ഈസ് ഓൾസോ യെസ് എന്ന ഒരു യെസ്സിന് ഒരു മേ ബി എന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ യെസ് എന്നാണ് പറയുന്നത്. ടെൽ ദ യൂണിവേഴ്സ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. അതായത് നിങ്ങളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ആ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് കുറച്ച് തടസ്സങ്ങളെ കാണിക്കുന്നുണ്ട്. സോ അതിൽ നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളുടെ തോട്ട്സിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ തോട്ട്സ് ഒട്ടും ക്ലാരിറ്റി കൊടുക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് യൂണിവേഴ്സിന് നിങ്ങളെ തോട്ട്സാണ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആ തോട്ട്സിൽ ഒരുപാട് ഡൗട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് എന്താണ് വേണ്ടത്, ഇതാണ് വേണ്ടത്, എക്സാക്ട്ലി എന്താണ്. അതിനോടൊപ്പം നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു നെഗറ്റീവ് സൈഡ് കൂടി നിങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടാവും, അങ്ങനെ ആയിപ്പോയിട്ടുണ്ടാവും. സോ യൂണിവേഴ്സ് പറയുന്നത് ടെൽ ദ യൂണിവേഴ്സ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. എന്താണോ നിങ്ങൾ എക്സാക്റ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത് അത് മനസ്സിലേക്ക് കൊടുക്കാനാണ് പറയുന്നത്. ആൻഡ് തേർഡ് വൺ നമുക്ക് നോക്കാം. അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു നോ കാർഡാണ്. എക്സാക്ട്ലി ഒരു നോ തന്നെയാണ്. നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ അതിനുള്ളൊരു ടൈം ആയിട്ടില്ല. ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ കുറച്ചും കൂടി ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ കാര്യത്തിലേക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ ആ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ തടസ്സങ്ങളൊക്കെ റിമൂവ് ആക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇന്നത്തെ ഒരു കാർഡ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആ തടസ്സത്തൊക്കെ മാറ്റി നമ്മൾ ആഗ്രഹത്തെ എത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കാനുള്ള വഴികളും സൊല്യൂഷൻസും നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഡോണ്ട് വെറി, ബൈ.